പുസ്തകങ്ങൾ കേടാകാതെ സൂക്ഷിക്കാൻ പല മാർഗങ്ങളും പല വസ്തുക്കളും ഉപയോഗിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. പക്ഷേ 19-ാം നൂറ്റാണ്ടിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഇത്തരത്തിലുള്ള ഒരു ബുക്ക് ബൈൻഡിംഗ് രീതി അമ്പരപ്പിക്കുന്നതാണ്. പുസ്തകങ്ങൾക്ക് കവറായി അന്ന് മനുഷ്യചർമ്മം ഉപയോഗിച്ചിരുന്നു എന്നാണ് കണ്ടെത്തൽ. പുസ്തകങ്ങൾ പൊതിയാൻ മനുഷ്യചർമ്മം ഉപയോഗിക്കുന്നതിന് ആന്ത്രോപോഡെർമിക് ബിബ്ലിയോപേജി എന്നാണ് പറയുന്നത്. മരിച്ചയാളെ ബഹുമാനിക്കുന്നതിനോ മെഡിക്കൽ ഗ്രന്ഥങ്ങൾക്ക് ആധികാരിക നൽകുന്നതിനോ ആയിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് ചിലർ ഈ രീതിയെ കണ്ടത്. മറ്റു ചിലർ മനുഷ്യചർമ്മത്തിന്റെ ദൃഢതയിൽ ആകൃഷ്ടരായി ഇതുപയോഗിച്ചു. ശരീരഘടനാപരമായ പാഠപുസ്തകങ്ങൾക്കോ വ്യക്തിഗത ഡയറിക്കുറിപ്പുകൾക്കോ വേണ്ടിയാണ് അക്കാലത്ത് ഡോക്ടർമാർ മരണപ്പെട്ട രോഗിയുടെ തൊലി പുറംചട്ടയായി ഉപയോഗിച്ചതെന്നും പറയപ്പെടുന്നു. എന്നാൽ ഈ രീതി വ്യാപകമായില്ല. അപൂർവ പുരാവസ്തുക്കൾ പരിശോധിക്കുന്നതിനായി ആന്ത്രോപോഡെർമിക് ബുക്ക് പ്രോജക്ട് എന്ന ഗവേഷണ സംരംഭം 2020 മനുഷ്യചർമ്മം പുറംചട്ടയായി ഉപയോഗിച്ചുവെന്ന് പറയപ്പെടുന്ന 31 പുസ്തകങ്ങൾ പരിശോധിക്കുകയും അതിൽ 18 മനുഷ്യചർമ്മമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇന്ന് ആന്ത്രോപോഡെർമിക് ബിബ്ലിയോപേജി അനീതിയും അനാദരവുമായിട്ടാണ് കാണുന്നത്. ഈ രീതി ഇപ്പോൾ നിലനിൽക്കുന്നില്ല.